ഹലോ ഗൈസ്, ഇറ്റ്സ് ക്രേസി വം. ഇനി നമുക്ക് സ്റ്റാൻഡേർഡ് 6 ബേസിക് സയൻസിൻ്റെ രണ്ടാമത്തെ ചാപ്റ്റർ നോക്കാം. അപ്പോൾ മാറ്റത്തിൻ്റെ പൊരുൾ. ഈ ചാപ്റ്ററിനകത്ത് മെയിനായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഊർജ്ജമാറ്റങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ എന്ത് തരത്തിലുള്ള മാറ്റങ്ങളാണ് ടോട്ടലി നമുക്ക് ചുറ്റുമുള്ളത് എന്നുള്ളതാണ്. നമുക്ക് സോഷ്യൽ സയൻസിനൊക്കെ ഒരുപാട് ലെങ്തൊന്നുമല്ല, കുഞ്ഞു ചാപ്റ്ററാണ്. നമുക്ക് ഈ പിള്ളേരുടെ കുറേ എക്സ്പെരിമെൻ്റുകളുണ്ട്, അതൊക്കെ സ്കിപ്പ് ചെയ്തായിരിക്കും പോകുന്നത്. അപ്പോൾ എല്ലാത്തിനും ഊർജം ആവശ്യമാണെന്ന് ഒരു ഹെഡിങ് കിടപ്പുണ്ട്. എല്ലാത്തിനും ഊർജം ആവശ്യമാണ്. അപ്പോൾ ഊർജത്തെ പറ്റിയും ഊർജ്ജമാറ്റത്തെ പറ്റിയുമായിരിക്കും ഇങ്ങോട്ട് പറയാൻ പോകുന്നത്. പകൽ സമയത്ത് നമുക്ക് കാണാൻ സൂര്യപ്രകാശം സഹായിക്കുന്നു, പ്രകാശം ഒരു ഊർജ്ജ രൂപമാണ്. രാത്രിയിൽ വൈദ്യുതി ഉപയോഗിക്കുന്നു, അപ്പോൾ വൈദ്യുതി ഒരു ഊർജ്ജ രൂപമാണ്. ഇനി ഏതെല്ലാം ഊർജ്ജരൂപങ്ങളാണ് നിങ്ങൾക്ക് തിരിച്ചറിയാനാകുന്നത്? നോക്കിയേ. സന്ദർഭം: മോട്ടോർ വാഹനങ്ങൾ പ്രവർത്തിക്കുന്നു. വാഹനം പ്രവർത്തിക്കണമെങ്കിൽ എന്ത് ഊർജ്ജമാണ് വേണ്ടത്? ഇന്ധനങ്ങളിൽ നിന്നാണ് വാഹനങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇന്ധനങ്ങളിൽ നിന്നാണ് ഊർജ്ജം ലഭിക്കുന്നത്. തുണി ഉണങ്ങുന്നു. തുണി ഉണങ്ങുന്നതിന് നമ്മൾ മഴയത്ത് കഴുകിയിട്ടാൽ തുണി ഉണങ്ങുമോ? ഇല്ല. അപ്പോൾ സൗരോർജ്ജത്തിൽ നിന്നാണ് എന്ത് വരുന്നത്? സൂര്യനിൽ നിന്നുള്ള ഊർജ്ജമാണ് സൗരോർജ്ജം എന്ന് പറയുന്നത്, അല്ലേ? സൂര്യനിൽ നിന്നുള്ള ഊർജ്ജത്തിൻ്റെ പേരെന്തുവാണ്? സൗരോർജ്ജം. അപ്പോൾ സൗരോർജ്ജത്തിൽ നിന്നാണ് എന്തുവാണ്? തുണി ഉണങ്ങുന്നത്. ഇനി ബൾബുകൾ പ്രകാശിക്കുന്നതിന് എന്ത് വേണം? കറണ്ട് വേണം. അപ്പോൾ വൈദ്യുതിയാണ് അവിടുത്തെ ഊർജ്ജം, വൈദ്യുതി. അടുത്തത് ഉച്ചഭാഷിണികൾ പ്രവർത്തിക്കുന്നു. അതും പ്രവർത്തിക്കണമെങ്കിൽ എന്ത് തന്നെ വേണം? വൈദ്യുതി തന്നെ വേണം. അപ്പോൾ താപം, വൈദ്യുതി, പ്രകാശം, ശബ്ദം എന്നിവയെല്ലാം വിവിധ ഊർജ്ജ രൂപങ്ങളാണ്. ഇത് വെറും ബേസിക്സ് ആണ്, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി നമ്മൾ പിന്നെ പറയുന്നത് ഊർജ്ജത്തിൻ്റെ വിവിധ രൂപങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കിയേ. ടോർച്ച് പ്രകാശിപ്പിക്കുമ്പോൾ എന്തെന്നൊക്കെ ഊർജ്ജങ്ങളുണ്ടാകും? പ്രകാശോർജ്ജമുണ്ട് കാണും. പിന്നെ ചെറുതായിട്ട് താപോർജ്ജവും വരത്തില്ലേ? താപോർജ്ജം. പക്ഷേ നമുക്ക് വേണ്ടത് എന്ത് മാത്രമാണ്? പ്രകാശോർജ്ജം മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. പ്രകാശോർജ്ജമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി മെഴുകുതിരി കത്തുമ്പോഴും എന്ത് സംഭവിക്കുന്നുണ്ട്? പ്രകാശവും വരുന്നുണ്ട്, അതുപോലെ എന്തും വരുന്നുണ്ട്? താപവും വരുന്നുണ്ട്. നമുക്ക് വേണ്ടത് എന്ത് മാത്രമാണ്? പ്രകാശോർജ്ജമാണ്. പ്രകാശോർജ്ജം മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. ഇനി അടുപ്പിൽ വിറക് കത്തുന്നു. വിറക് കത്തുമ്പോഴും എന്തൊക്കെ വരും? താപം വരും, അതുപോലെ പ്രകാശവും വരത്തില്ലേ? അപ്പോൾ പ്രകാശവും വരുന്നുണ്ട്. അവിടെ നമുക്ക് പ്രകാശം ആവശ്യമാണോ? അല്ല. നമുക്ക് അവിടെ വേണ്ടത് താപോർജ്ജമാണ്. അടുപ്പ് കത്തിച്ച് ചോറ് വേവണമെങ്കിൽ ചൂടടിച്ചാലല്ലേ പറ്റൂ. അപ്പോൾ താപോർജ്ജമാണ് ആവശ്യം. ഇനി വൈദ്യുത ബൾബ് പ്രകാശിക്കുന്നു. ബൾബ് പ്രകാശിക്കുമ്പോൾ എന്തൊക്കെ ഊർജ്ജം വരും? അവിടെയും പ്രകാശോർജ്ജത്തിന് വേണ്ടിയാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? ബൾബ് ഉപയോഗിക്കുന്നത്. പക്ഷേ കുറേ നേരം, ഇപ്പോഴത്തെ CFL ഒന്നുമല്ല, പഴയ സാധാരണ ഒരു ടൈപ്പ് ബൾബ് ഉണ്ടായിരുന്നല്ലോ, 60 വാട്ടിൻ്റെയൊക്കെ. ആ ബൾബിനാണെങ്കിൽ കുറച്ച് നേരം കത്തിച്ച് വെച്ചേക്കുമ്പോഴത്തേക്ക് ചൂട് വരുമായിരുന്നു. CFL കുറേ അധികം നേരം കത്തിച്ച് വെച്ചിരുന്നാലേ ചൂട് വരത്തുള്ളൂ. സോ താപോർജ്ജം ഉണ്ട്, ഇല്ലെന്നല്ല, താപോർജ്ജം ഉണ്ട്. പക്ഷെ നമുക്കതിന് ആവശ്യമുണ്ടോ? ഇല്ല. പ്രകാശോർജ്ജമാണ് ആവശ്യം. പ്രകാശോർജ്ജമാണ് നമുക്ക് ആവശ്യം. ഇനി പടക്കം പൊട്ടുമ്പോഴോ? പ്രകാശം ഉണ്ടാകും, പ്രകാശോർജ്ജമുണ്ട്. പിന്നെന്തുണ്ട്? താപോർജ്ജമുണ്ട്. പിന്നെ ശബ്ദോർജ്ജം കൂടെ ഉണ്ട്, അല്ലേ? ശബ്ദം കേൾക്കത്തില്ലേ? ശബ്ദോർജ്ജമുണ്ട്. ഇതിലേതാണ് വേണ്ടത് നമുക്ക്? അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കേസിൽ പ്രശ്നവും. പ്രകാശം നമുക്ക് വേണം, ശബ്ദവും ഇഷ്ടപ്പെടുന്നവർക്ക് വേണം, അല്ലാത്തവർക്ക് വേണ്ട. പടക്കത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. ഓക്കെ. ഇനി ഇങ്ങോട്ട് നോക്കാം. ഇവിടെ എന്ത് പറഞ്ഞേക്കുന്നത്? വീണ്ടും ചില ഊർജ്ജരൂപങ്ങൾ നാം പരിചയപ്പെട്ടല്ലോ. സന്ദർഭങ്ങളിൽ എന്തെല്ലാം ഊർജ്ജരൂപങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് ചോദിച്ചേക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞത് തന്നെ, പൂത്തിരി കത്തുമ്പോൾ താപോർജ്ജം ഉണ്ടാകുന്നുണ്ട്, പ്രകാശോർജ്ജം ഉണ്ടാകുന്നുണ്ട്, ശബ്ദോർജ്ജം ഉണ്ടാകുന്നുണ്ട് എന്നല്ലോ. അതേപോലെ മോട്ടോർ സൈക്കിൾ ഓടുന്നത് യാന്ത്രികോർജ്ജത്തിലാണ്. കുറേ നേരം ഓടിക്കഴിയുമ്പോൾ ആരുണ്ടാകും അവിടെ? താപോർജ്ജം ഉണ്ടാകുമല്ലോ. പിന്നെ മോട്ടോർ സൈക്കിൾ പോകുന്ന സമയത്തൊരു ശബ്ദം കേൾക്കത്തില്ലേ? അപ്പോൾ ശബ്ദോർജ്ജവും, ഓടിക്കുന്ന സമയത്ത് ശബ്ദോർജ്ജവും ഉണ്ടാകുന്നുണ്ട്. ഓക്കെ. ഇനി മിക്സി പ്രവർത്തിക്കുമ്പോഴും താപോർജ്ജം ഉണ്ടാവും, ഇല്ലേ? അതുപോലെ ശബ്ദം കേൾക്കും. യാന്ത്രികോർജ്ജമാണ് അതിൻ്റെ മെയിൻ. ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി നമ്മൾ യാന്ത്രികോർജ്ജം എന്ന് കുറേ നേരം കൊണ്ട് പറയുന്നുണ്ടല്ലോ. ഈ സാധനം എന്തുവാണ്? അത് കുറേ കഴിഞ്ഞിട്ടേ പറയത്തുള്ളൂ കേട്ടോ ഇവർ. ഇനി ഇലക്ട്രിക് മോട്ടോർ പ്രവർത്തിക്കുന്നു. മോട്ടോർ നമ്മൾ എന്തിനാണ് പ്രവർത്തിക്കുന്നത്? വെള്ളം കിണറ്റിൽ നിന്ന് അടിച്ച് മുകളിൽ കയറ്റാൻ. അപ്പം ഇലക്ട്രിക് മോട്ടോർ പ്രവർത്തിക്കുമ്പോൾ ഒരു ഇതേണക്ക് എന്ത് കേൾക്കും? ശബ്ദവും കേൾക്കും,
അത് കുറേ നേരം പ്രവർത്തിപ്പിച്ച് കഴിഞ്ഞാൽ താപം വരും, അതുപോലെ താപോർജ്ജം ഉണ്ടാവും. യാന്ത്രികോർജ്ജമാണ് അതിൻ്റെ യന്ത്രങ്ങൾ യാന്ത്രികോർജ്ജം വഴി യന്ത്രങ്ങൾ പ്രവർത്തിച്ചുള്ള ഊർജ്ജത്തിനാണ് നമ്മൾ യാന്ത്രികോർജ്ജം എന്ന് പറയുന്നത്. അത് കുറേ കഴിയുമ്പോഴത്തേക്ക് വരത്തുള്ളൂ. യാന്ത്രികോർജ്ജവും ഉണ്ടാകുന്നുണ്ട്. അപ്പം നമുക്ക് ഒരു ഉപകരണം പ്രവർത്തിക്കുമ്പോൾ ഒന്നിലധികം ഊർജ്ജ രൂപങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ നമുക്ക് വേണ്ടുന്നത് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ സാധനം മാത്രമായിരിക്കും. ഊർജം ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാം. അതുകൊണ്ടാണല്ലോ ഇത്രയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ടൈപ്പ് ഊർജ്ജം ഉണ്ടായിരുന്നു, അതിന് നമ്മൾ എന്ത് ചെയ്തേക്കുന്നു, വേറെ പല ഫോമിലോട്ട് മാറി. മിക്സിയും മോട്ടോറും പ്രവർത്തിപ്പിക്കാൻ വൈദ്യുതോർജ്ജമാണ് നാം ഉപയോഗിക്കുന്നത്. നമുക്കറിയാം. പൂത്തിരി കത്തുന്നതും മോട്ടോർ സൈക്കിൾ ഉപയോഗിക്കുന്നതും ഏത് ഊർജ്ജ രൂപമാണ് ഉപയോഗിക്കുന്നത്? പൂത്തിരി കത്തുന്നതെന്ന് പറയുന്നത് അതിനകത്തുള്ള കെമിക്കൽ കത്തുന്ന ഇതാണ് അല്ലേ. അപ്പോൾ ഓൾറെഡി ആ കെമിക്കലിന് എന്തോ ഒരു കെമിക്കലിൻ്റെ ഊർജ്ജമുണ്ട്. അതിനെയാണ് ഇങ്ങോട്ട് വരുമ്പോൾ രാസോർജ്ജം എന്ന് പറഞ്ഞിരിക്കുന്നത്, പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജം. മോട്ടോർ സൈക്കിൾ ഇന്ധനത്തിൻ്റെ ഊർജ്ജമാണ് യൂസ് ചെയ്യുന്നത്. നോക്കി ഇവിടെ യാന്ത്രികോർജ്ജം എന്താണെന്നുള്ളത്. വൈദ്യുതോർജ്ജമോ ഇന്ധനങ്ങൾ കത്തുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജമോ എൻജിൻ പ്രവർത്തിക്കുന്നതും അതുവഴി യന്ത്രഭാഗങ്ങൾ ചലിക്കുന്നതിനും കാരണമാകുന്നു. യന്ത്രങ്ങളുടെ പ്രവർത്തനത്തിലൂടെ യാന്ത്രികോർജ്ജമാണ് വാഹനങ്ങളെ ചലിപ്പിക്കുന്നത്. അപ്പോൾ യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നത് എന്താണ്? യാന്ത്രികോർജ്ജമാണ്. വൈദ്യുതോർജ്ജം മൂലമോ അല്ലെങ്കിൽ ഇന്ധനങ്ങൾ കത്തുന്നത് മൂലമോ യന്ത്രങ്ങൾ പ്രവർത്തിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ എന്തുണ്ടാകുന്നത്? യാന്ത്രികോർജ്ജം ഉണ്ടാകുന്നത്. ഇനി എന്താ രാസോർജ്ജം എന്ന് പറഞ്ഞേക്കുന്നത്? പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജമാണ് എന്ത്? രാസോർജ്ജം. അപ്പോൾ എല്ലാ പദാർത്ഥങ്ങളിലും ഊർജ്ജം കാണും. അപ്പോൾ വിറവ് കത്തിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ വിറവിനകത്ത് എന്തുണ്ടായിരുന്നു? രാസോർജ്ജം ഉണ്ടായിരുന്നു. ആ ഊർജ്ജം എവിടെ നിന്നാണ് കിട്ടിയത്? വിറവ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? മരത്തിൽ നിന്നാണ് നമുക്ക് വിറവ് കിട്ടുന്നത്. ഈ മരം വളരുന്നത് എങ്ങനെയാണ്? സൗരോർജ്ജം സ്വീകരിച്ചിട്ടാണ്. അപ്പോൾ ഈ സൗരോർജ്ജമാണ് മരങ്ങൾ സ്റ്റോർ ചെയ്ത് രാസോർജ്ജമാക്കി വെച്ചിരിക്കുന്നത്. അതെടുത്ത് നമ്മൾ കത്തിക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? താപോർജ്ജം കിട്ടും. ഇനി പ്രകാശ സംശ്ലേഷണം വഴി സസ്യങ്ങൾ സൗരോർജ്ജത്തെ എന്താക്കി മാറ്റുന്നു? രാസോർജ്ജമാക്കി മാറ്റുന്നു. അപ്പോൾ ഒരു ചെടിയിലുണ്ടാകുന്ന രാസമാറ്റം എന്തുവാണ്? അത് സൗരോർജ്ജത്തിനെ എങ്ങോട്ട് മാറ്റും? രാസോർജ്ജമാക്കി മാറ്റും. അതാണ് എവിടെ നടക്കുന്നത്? ഒരു ചെടിയിൽ നടക്കുന്നത്. ഓക്കെ ആണല്ലോ. രാസോർജ്ജം ആഹാര പദാർത്ഥങ്ങളിലൂടെ ജീവികളിൽ എത്തുന്നു. അപ്പോൾ ഈ രാസോർജ്ജം എവിടെ എത്തി? നമ്മളിലും മറ്റ് ജീവികളിലും എത്തുന്നു. വിറക് കത്തുമ്പോൾ ലഭിക്കുന്നത് സസ്യഭാഗങ്ങളിൽ സംഭരിക്കപ്പെട്ട രാസോർജ്ജമാണ്. അപ്പോൾ നമ്മൾ കത്തിച്ചാലും എന്ത് വരും? അതും രാസോർജ്ജമാണ്. നമ്മളെ ബോഡിക്കകത്തും രാസോർജ്ജമുണ്ട്. ഇതെവിടെ നിന്ന് കിട്ടി? സൗരോർജ്ജത്തിൽ നിന്നുള്ള അതിനെ കൺവേർട്ട് ചെയ്ത് രാസോർജ്ജമാക്കി വെച്ചേക്കുന്നതാണ്. എല്ലാ വസ്തുക്കളിലും രാസോർജ്ജമുണ്ട്. എല്ലാ വസ്തുക്കളിലും എന്തുണ്ട്? രാസോർജ്ജമുണ്ട്. വിറവ് കത്തുന്നത്, പൂത്തിരി കത്തുന്നത്, തീപ്പെട്ടിക്കൊള്ളി കത്തുന്നത്, മരങ്ങൾ കത്തുന്നത്, പെട്രോൾ കത്തുന്നത്, ഡീസൽ കത്തുന്നത്, LPG കത്തുന്നത്, ഇതെല്ലാം എന്താണ്? രാസോർജ്ജമാണ്. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ എന്താ പറയുക? അതാണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു സോളാർ കാറും ഉണ്ട്, ഒരു പെട്രോൾ കാറും ഉണ്ട്. സോളാർ കാർ പറയുന്നു ഞാൻ സൗരോർജ്ജം ഉപയോഗിക്കുന്നു. നമുക്കറിയാമല്ലോ സോളാർ എന്ന് പറയുന്നത് സൗരോർജ്ജം സ്റ്റോർ ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ ഇനി പെട്രോൾ കാറും പറയുന്നു ഞാനും സൗരോർജ്ജമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പുള്ളി എങ്ങനെ സൗരോർജ്ജം ഉപയോഗിക്കുന്നത്? പെട്രോൾ കാർ അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് സൂര്യനിൽ നിന്നുള്ള സൗരോർജ്ജം സ്വീകരിച്ചാണ് നമ്മൾ ഈ വൃക്ഷങ്ങളും സസ്യങ്ങളും അതുപോലെ എന്തുണ്ടാകുന്നത്? സസ്യങ്ങളും ജന്തുക്കളിലും രാസോർജ്ജം എന്ന് പറയുന്നത് ലഭിക്കുന്നു, അല്ലെങ്കിൽ രാസോർജ്ജം സസ്യങ്ങളിലുണ്ട് അല്ലെങ്കിൽ എന്ന് പറയുന്നത് ആ സൂര്യനിൽ നിന്ന് കിട്ടിയ സൗരോർജ്ജത്തെ രാസോർജ്ജമാക്കി സ്റ്റോർ ചെയ്തേക്കുന്നതാണ്. ഈ സസ്യങ്ങൾ മണ്ണിനടി കുറേ കാലം കിടന്നാണ് എന്തായിട്ട് മാറുന്നത്? ഫോസിൽ ഇന്ധനങ്ങളായിട്ട് മാറുന്നത്. അതിൽ വരുന്നതാണ് കൽക്കരി, പെട്രോളിയം സാധനങ്ങൾ. പെട്രോള് വരും, അതുപോലെ LPG വന്നിട്ടുണ്ട്, ഡീസൽ വരും, പിന്നെന്തുണ്ട്? LNG നാച്ചുറൽ ഗ്യാസ് ഇത് നല്ലല്ലോ വരുന്നത്. അപ്പോൾ നമ്മൾക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, മണ്ണെണ്ണ, അതൊക്കെ എന്താണ്? ഫോസിൽ ഇന്ധനമാണ്. നമുക്ക് പെട്രോളിയത്തിനെ ശുദ്ധീകരിച്ച് കിട്ടുന്ന സാധനങ്ങളാണ് പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, LPG ഒക്കെ. കൽക്കരി എന്ന് പറയുന്നതും പെട്രോളിയം ആണെന്ന് പറയത്തില്ല, അത് വൃക്ഷങ്ങളുടെ എന്തോ ഇതുമാതിരി കിടന്ന് ഒരുപാട് വർഷം കഴിയുമ്പോഴത്തേക്ക് അതിൽ നിന്നാണ് കൽക്കരി രൂപപ്പെടുന്നതെന്നോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞേക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ഇനി അടുത്തടുത്ത ക്ലാസ്സിൽ വരുമായിരിക്കും.
നമുക്ക് ഈ ഒരു സെക്ഷനെ എന്ത് പറയുന്നു അത് വെച്ചിട്ടാണ്. ഇപ്പോൾ ഇവിടെ ഫോസിൽ ഇന്ധനങ്ങളുടെ കാര്യത്തിൽ കൽക്കരി ഒരു ഫോസിൽ ഇന്ധനമാണ്. പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, LPG എല്ലാം ഫോസിൽ ഇന്ധനങ്ങളാണെന്ന് പറയുന്നു. സൂര്യനിൽ നിന്നും സൗരോർജ്ജം സ്വീകരിച്ച് ജന്തുക്കളിലും സസ്യങ്ങളിലും എന്ത് സ്റ്റോർ ആവുന്നു? രാസോർജം സ്റ്റോർ ആവുന്നു. ഇവരുടെ മരണശേഷം ഇത് ഭൂമിയിൽ മണ്ണിൻ്റെ അടിയിൽ പോയി കിടന്ന് കുറേ വർഷങ്ങൾ കഴിഞ്ഞാണ് അത് ഫോസിൽ ഇന്ധനങ്ങളായി മാറുന്നതും. ആ ഫോസിൽ ഇന്ധനങ്ങൾക്ക് ഉദാഹരണങ്ങളായിട്ടാണ് കൽക്കരി, പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, LPG ഒക്കെ പറയുന്നത്. ഇനി എത്ര മാറ്റങ്ങൾ, ഇതാണ് നമുക്ക് മെയിനായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൊരു ചോദ്യം. ഇതാണ് ഊർജ്ജമാറ്റം എഴുതാൻ. അപ്പം ബൾബ് പ്രകാശിക്കുന്നു. ബൾബ് പ്രകാശിക്കണമെങ്കിൽ ഫസ്റ്റ് എന്ത് വേണം? വൈദ്യുതി വേണം. അപ്പോൾ വൈദ്യുതിയിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ഊർജ്ജം കിട്ടും? പ്രകാശോർജ്ജം കിട്ടും, താപവും കിട്ടും. അപ്പോൾ വൈദ്യുതോർജ്ജത്തെ പ്രകാശോർജ്ജവും താപോർജ്ജവുമായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഉപകരണമാണ് ബൾബ്. ഇനി വെള്ളം എടുക്കുന്നതിനായി മോട്ടോർ പ്രവർത്തിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? കറണ്ട് വേണം. അപ്പോൾ ആദ്യം വൈദ്യുതോർജ്ജം തന്നെയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. വൈദ്യുതോർജ്ജം കൊടുക്കുമ്പോഴത്തേക്ക് ഈ മോട്ടോറിൻ്റെ യന്ത്രഭാഗങ്ങളല്ലേ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവിടെ വരുന്ന എന്ത് ഊർജ്ജമായിരിക്കും? യാന്ത്രികോർജ്ജമായിരിക്കും. യാന്ത്രികോർജ്ജം. ഓക്കെ. അതിൻ്റെ കൂടെ എന്തും വരും? താപോർജ്ജവും വരും, അതുപോലെ ശബ്ദവും വരും. ശബ്ദം നമുക്ക് വേണമെങ്കിൽ എഴുതാം. മോട്ടോർ പ്രവർത്തിക്കുമ്പോൾ ശബ്ദം കേൾക്കുമല്ലോ. ഇനി പുതിയ മോട്ടറാണെങ്കിൽ ശബ്ദം കേൾക്കൂല. ഈ പുതിയ വല്ല കമ്പനിക്ക് അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ കേട്ടിട്ടുള്ള മോട്ടറിനൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഓക്കെ. ഇനി തീപ്പെട്ടിക്കൊള്ളി കത്തുന്നു. തീപ്പെട്ടിക്കൊള്ളി കത്തുന്നു എന്ന് പറയുന്നത് തീപ്പെട്ടിയുടെ അടങ്ങിയിട്ടുള്ള ഊർജ്ജം. അതെന്താണ്? എപ്പോഴും വസ്തുക്കളിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജം രാസോർജ്ജമാണ് തന്നല്ലോ. ആ രാസോർജ്ജം എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? കത്തുമ്പോഴത്തേക്ക് പ്രകാശമാവും, പ്രകാശം കാണും. ആ തീപ്പെട്ടി കൊണ്ട് കൈവച്ചാൽ എന്ത് ചെയ്യും? കൈ പൊള്ളും. സോ താപോർജ്ജം ഉണ്ടല്ലോ, താപോർജ്ജം ഉണ്ട്. ഇനി മിക്സി പ്രവർത്തിക്കുന്നു. മിക്സി പ്രവർത്തിക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? കറണ്ട് വേണം. അപ്പോൾ വൈദ്യുതോർജ്ജം വേണം. വൈദ്യുതോർജ്ജത്തിനെയാണ് മാറ്റിയെടുക്കുന്നത്. വൈദ്യുതോർജ്ജം എന്തായിട്ട് മാറും? മിക്സി കറങ്ങയല്ലേ ചെയ്യുന്നത്, അതിൻ്റെ യന്ത്രഭാഗങ്ങളല്ലേ പ്രവർത്തിക്കുന്നത്. അപ്പോൾ എന്തായി? യാന്ത്രികോർജ്ജമായി. യാന്ത്രികോർജ്ജം. പിന്നെ ശബ്ദം കേൾക്കുമല്ലോ, ശബ്ദോർജ്ജം. അതാണെങ്കിൽ ഇത് കുറേ നേരം പ്രവർത്തിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? താപോർജ്ജത്തിനും പോസിബിലിറ്റി ഉണ്ട്, വരാം. ഇനി റേഡിയോയിൽ വാർത്ത കേൾക്കുന്നു. റേഡിയോയിൽ വാർത്ത കേൾക്കണമെങ്കിൽ എന്ത് വേണം? ആദ്യം മെയിനായിട്ട് എന്ത് വേണം? കറണ്ട് വേണം, അതായത് വൈദ്യുതോർജ്ജം വേണം. വൈദ്യുതോർജ്ജം നമ്മൾ റേഡിയോയിൽ എന്തിനാണ് റേഡിയോ വെച്ച് ഓണാക്കിയിട്ടേക്കുന്നത്? കേൾക്കാനല്ലേ. അതായത് ശബ്ദോർജ്ജമായിട്ട് മാറുന്നു. ഇതൊക്കെയാണ് ജനറൽ ആയിട്ടുള്ള കുറച്ച് ഊർജ്ജമാറ്റങ്ങൾ. ഇങ്ങനെ ഞാൻ PSCയുടെ ഏതൊക്കെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട് ഊർജ്ജമാറ്റം. ഈ നിത്യജീവിതത്തിൽ നാം കൂടുതൽ ഉപയോഗിക്കുന്ന ഊർജ്ജ രൂപങ്ങൾ ഏതെല്ലാമാണ്? അപ്പോൾ ഇതിന്ന് ഈ ഒരു ലിസ്റ്റ് എഴുതിയാൽ നമുക്ക് എന്ത് മനസ്സിലായി? കൂടുതലുള്ളിടത്തും നമ്മൾ ഈ വൈദ്യുതോർജ്ജത്തെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ ഡെയിലി ലൈഫിൽ ഏറ്റവും ആവശ്യമുള്ളത് ഒന്ന് വൈദ്യുതോർജ്ജം, പിന്നെ രാസോർജ്ജം. വാഹനങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ഇന്ധനമായിട്ട് നമ്മൾ പെട്രോൾ അങ്ങനെയൊക്കെ ഉള്ളതല്ലേ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ പ്രവർത്തനത്തിൽ വരുന്നത് രാസോർജ്ജമായിരിക്കും. ഇനി ജനറേറ്റർ എന്ത് സാധനമാണ്? സാധാരണ കറണ്ട് പോകുമ്പോഴാണ് ജനറേറ്റർ ഇടുന്നത്. അപ്പം ഈ സാധനം എന്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനമാണ്? വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് എന്തായിരിക്കും? അതിനകത്ത് എന്തെങ്കിലും ഒരു ഇന്ധനം കാണും. ആ ഇന്ധനം കത്തി അല്ലെങ്കിൽ ഇന്ധനം വർക്ക് ചെയ്തിട്ടാണ് എന്തുണ്ടാക്കുന്നത്? വൈദ്യുതി ഉണ്ടാക്കുന്നത്. ഓക്കെ. അപ്പോൾ ജനറേറ്റർ പ്രവർത്തിച്ച് നടക്കുന്ന പ്രവൃത്തികൾ നിങ്ങൾക്കറിയാമല്ലോ. ഓരോ പ്രവൃത്തിയും ഉപയോഗിക്കുന്ന ഊർജ്ജരൂപങ്ങളും ഉണ്ടാകുന്ന ഊർജ്ജരൂപങ്ങളും അവയിലെ മാറ്റങ്ങളുമാണ് താഴെ ഒരു ചാർട്ട് ഫില്ല് ചെയ്യാനാണ്. ഇന്ധനം കത്തുന്നു എന്ന് പറയുമ്പോൾ രാസോർജ്ജത്തിലാണ് കത്തിയത്. ജനറേറ്റർ പ്രവർത്തിക്കുമ്പോൾ എന്തുണ്ടാവും? വൈദ്യുതി ഉണ്ടാവുമല്ലോ. ജനറേറ്റർ പ്രവർത്തിക്കുമ്പോൾ വൈദ്യുതി ഉണ്ടാവും. കൂടെ എന്തെങ്കിലും മാറിപ്പോയോ? വൈദ്യുതോർജ്ജമാണോ? ഇതിൻ്റെ ഒരു സംഭവം, അതായത് ജനറേറ്റർ ഇന്ധനം കത്തുന്നു, രാസോർജ്ജമായിരുന്നു. ജനറേറ്റർ പ്രവർത്തിക്കുന്നതെന്ന് യന്ത്രഭാഗങ്ങളല്ലേ പ്രവർത്തിക്കുന്നത്. അപ്പോൾ എന്തുണ്ടാവും? യാന്ത്രികോർജ്ജം. ഓക്കെ. ഈ യാന്ത്രികോർജ്ജം വഴി നമുക്ക് എന്ത് കിട്ടും? വൈദ്യുതോർജ്ജം കിട്ടും. അതിൻ്റെ കൂടെ എന്തൊക്കെ വരാം? യാന്ത്രികോർജ്ജം ജനറേറ്റർ പ്രവർത്തിക്കുന്ന സമയത്ത് താപം പുറത്തു വരാം, അതുപോലെ എന്തും പുറത്തു വരാം? ശബ്ദവും പുറത്തു വരാം. ശബ്ദോർജ്ജം എഴുതാം. ഇനി അത് രണ്ടും നമ്മൾ യൂസ് ചെയ്യുന്നില്ലല്ലോ. നമുക്ക് ആവശ്യമുള്ളത് കറണ്ട്. നമ്മൾ എന്തിനാണ് ജനറേറ്റർ ഇടുന്നത്?
കറണ്ട് ഇല്ലാത്തതുകൊണ്ട് കറണ്ട് വരായി. അപ്പം ബാക്കി 2 സാധനം താപോർജ്ജവും ശബ്ദോർജ്ജവും ഇവിടെ ആവശ്യമില്ലാത്ത സാധനമാണ്. അപ്പം ഇനി ആ വൈദ്യുതോർജ്ജം ഉപയോഗിച്ച് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു? മിക്സി പ്രവർത്തിപ്പിക്കുന്നു, അതുപോലെ ഫാൻ കറക്കുന്നു, ബൾബും കത്തുന്നു. ഇനി മിക്സി പ്രവർത്തിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ പ്രയോജനപ്പെടുത്തുന്ന ഒരു ഊർജ്ജമുണ്ട്, പ്രയോജനം ഇല്ലാത്തതുമുണ്ട്. പ്രയോജനം ഇല്ലാത്തത് എന്താ? ശബ്ദോർജ്ജം നമുക്ക് വേണ്ട, ശബ്ദത്തിനല്ലല്ലോ നമ്മൾ മിക്സി വയ്ക്കുന്നത്. അപ്പോൾ മിക്സിക്ക് വേണ്ടത് എന്താണ്? യാന്ത്രികോർജ്ജമാണ്. ഇനി ഫാൻ കറങ്ങുമ്പോഴും എന്ത് തന്നെയാണ്? യാന്ത്രികോർജ്ജമാണ്. ഫാൻ കറങ്ങുമ്പോൾ ഒരുപാട് നേരം ഇട്ടേക്കുകയാണെങ്കിൽ എന്ത് പറ്റും? താപോർജ്ജം വരും, അതിൻ്റെ ആവശ്യമില്ല. ബൾബ് കത്തുമ്പോൾ എന്താ വേണ്ടത്? പ്രകാശോർജ്ജമാണ് നമുക്ക് വേണ്ടത്, താപോർജ്ജം ആവശ്യമില്ല, താപം ആവശ്യമില്ല. ഓക്കെ ആണല്ലോ? ഇത് വലിയ കഥയെന്നുള്ള കേസല്ല, ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തേക്കുന്നത്, ഓരോ സന്ദർഭത്തിലും ഏതൊരു ഊർജ്ജ രൂപമാണ് മാറ്റത്തിന് വിധേയമാകുന്നത്, ഏതെല്ലാം ഊർജ്ജ രൂപങ്ങളാണ് ഉണ്ടാകുന്നത്. ഇവിടെ എന്തായിരുന്നു? വിറക് കത്തിക്കുന്നത്, അപ്പോൾ രാസോർജ്ജം എന്തായി? താപോർജ്ജമായി. ഇവിടെയോ പടക്കം രാസോർജ്ജമായിരുന്നു, അതെന്തായി? പ്രകാശോർജ്ജമായി. ഇവിടെ ആണെങ്കിലോ ബാറ്ററിയാണ് വർക്ക് ചെയ്യുന്നത്, ബാറ്ററിക്കകത്ത് രാസോർജ്ജമാണ് അല്ലേ, അതെന്തായി? പ്രകാശോർജ്ജമായി. ഇനി പ്രകാശം ഉപയോഗമില്ലാത്ത സന്ദർഭം ഏതാണ്? ടോർച്ച് വയ്ക്കുന്നതിൻ്റെ ആവശ്യമേ പ്രകാശമാണ്. ഇതിനിവിടെയല്ലേ പ്രകാശത്തിൻ്റെ ആവശ്യമില്ലാത്തത്. അതായത് ചോറ് വയ്ക്കുമ്പോൾ നമുക്ക്, അല്ലെങ്കിൽ വിറക് അടുപ്പ് വെച്ച് കത്തിക്കുമ്പോഴത്തേക്കും അവിടെ പ്രകാശത്തിൻ്റെ നമുക്ക് പ്രകാശം കൊണ്ട് യൂസൊന്നുമില്ല. സോ പ്രകാശം ഇവിടെ ആവശ്യമല്ല. ഇനി ശബ്ദോർജ്ജം ഉണ്ടാകുന്ന സന്ദർഭം എവിടെയൊക്കെയാണ്? ഇവിടെ ശബ്ദം ഉണ്ടാകുന്നുണ്ട് അല്ലേ, പടക്കം പൊട്ടുമ്പോഴും പൂത്തി കത്തുമ്പോഴൊക്കെ ശബ്ദോർജ്ജം ഉണ്ടാവും. ഇനി ഏത് സന്ദർഭത്തിലാണ് താപോർജ്ജം പ്രയോജനപ്പെടുത്തുന്നത്? അതെപ്പോഴാണ്? ഈ സന്ദർഭം, ആദ്യത്തെ സന്ദർഭത്തിലാണ് എന്ത് യൂസ് ചെയ്യുന്നത്? താപോർജ്ജം യൂസ് ചെയ്യുന്നത്. ഇനി എന്ത് പറഞ്ഞേക്കുന്നത്? ഇനി നമുക്ക് ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ഊർജ്ജ രൂപങ്ങളെ പറ്റിയാണ് അല്ലേ. ഇനി ഇവരുടെ ഈ ഊർജ്ജ രൂപങ്ങളെ പറ്റി പറഞ്ഞു. ഇനി അവസ്ഥകൾ, ഓരോ അവസ്ഥകളെ പറ്റിയാണ് പറയുന്നത്. സാധാരണ പൊതുവേ നമുക്കറിയാവുന്ന അവസ്ഥകൾ എത്രയാണ്? ആകെ 3 എണ്ണമാണ് നമ്മൾ പറയുന്നത്. നമ്മൾ കൂടുതൽ അങ്ങ് ഗാഢമായിട്ടൊന്നും പോകണ്ട, ഇവരെ ബേസിസിൽ പോവുക. ഇവരെ ബേസിസിൽ ആകെ 3 അവസ്ഥയാണ് പറയുന്നത്. ഒന്ന് ഖരാവസ്ഥ, ഒന്ന് ദ്രാവകാവസ്ഥ, ഒന്ന് വാതകാവസ്ഥ. അപ്പോൾ അവസ്ഥാ മാറ്റത്തെ പറ്റിയാണ് അടുത്ത സെക്ഷനിൽ പറഞ്ഞേക്കുന്നത്. അടുത്ത സെക്ഷനിൽ അവസ്ഥാ മാറ്റം നോക്ക്. വസ്തുക്കൾ മതിയായ അളവിൽ താപോർജ്ജം സ്വീകരിക്കുമ്പോഴും പുറത്തുവിടുമ്പോഴും, അതായത് സ്വീകരിക്കുകയും പുറത്തുവിടുകയും ചെയ്യുന്നു, വിടുമ്പോഴും അവസ്ഥാ മാറ്റത്തിന് വിധേയമാകുന്നു. താപോർജ്ജം സ്വീകരിച്ച് ഖരാവസ്ഥയിൽ നിന്ന് ദ്രാവകാവസ്ഥയിലേക്കും തുടർന്ന് വാതകാവസ്ഥയിലേക്കും മാറുന്നു. അപ്പം നമുക്കൊന്ന് ചുമ്മാ ഒരു ഇതായിട്ട് എഴുതാം. ഖരം ഉണ്ട്, ദ്രാവകം ഉണ്ട്, വാതകം ഉണ്ട്. അതിന് ഏറ്റവും ബേസ് എക്സാമ്പിളാണ് ഖരം എന്ന് പറയുമ്പോൾ ഐസ് എടുക്കാം, ദ്രാവകം എന്ന് പറയുമ്പോൾ എന്തെടുക്കാം? ജലം എടുക്കാം, വാതകം എന്ന് പറയുന്നത് നീരാവി. നമ്മളൊരു പാത്രത്തിൽ കുറേ വെള്ളം എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? ഒരു പാത്രത്തിൽ ഐസ് എടുത്തിട്ട് അടുപ്പ് വെച്ച് ചൂടാക്കിയിടന്ന് വയ്ക്കുക. അപ്പോൾ ഖരാവസ്ഥയിലുള്ള ഇതിൽ താപം നമ്മൾ കൊടുക്കുമ്പോൾ എന്താണ്? താപം സ്വീകരിക്കുമ്പോഴത്തേക്ക് അതെന്താവും? ദ്രാവകവും വെള്ളവും. വീണ്ടും ചൂടായിക്കൊണ്ടിരുന്ന എന്താവും? അത് പുകഞ്ഞ് ഇല്ലാതാവും, അതായത് നീരാവി ആയിട്ട് മാറും. അതിനെ വീണ്ടും താപം എന്ത് ചെയ്യുന്നു? സ്വീകരിക്കുമ്പോൾ ആരാവും? വാതകവും. അതാണ് ഈ എഴുതി വച്ചേക്കുന്നത്. താപോർജ്ജം സ്വീകരിച്ച് ഖരാവസ്ഥയിൽ നിന്ന് ദ്രാവകാവസ്ഥയിലേക്കും ദ്രാവകാവസ്ഥയിൽ നിന്ന് വാതകാവസ്ഥയിലേക്കും മാറുന്നു. ഇനി തിരിച്ച് വാതകാവസ്ഥയിൽ നിന്ന് ഈ താപം പുറത്തെടുക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റും? ദ്രാവകമാവും അത്. വീണ്ടും അതിനകത്തുനിന്ന് താപം പുറത്തെടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഐസാവും തന്നല്ലോ. അതായത് അതിനിപ്പോൾ എക്സാമ്പിളായിട്ട് എങ്ങനെ പറയും? നീരാവി തണുത്ത്, അതായത് നമ്മളിപ്പം ഒരു വെള്ളം ചൂടാക്കി അടുപ്പിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൻ്റെ മുകളിൽ ഒരു മൂടി എടുത്ത് വയ്ക്കുവാണെങ്കിൽ ഈ പോകുന്ന നീരാവി എല്ലാം എന്ത് ചെയ്യും? ആ മൂടിയുടെ പുറത്ത് തങ്ങി നിൽക്കും അല്ലേ. അതായത് നീരാവി ചൂട് ആയിട്ട് താപം സ്വീകരിച്ചാണ് നീരാവി ആവുന്നത്, അല്ലെങ്കിൽ വാതകാവസ്ഥയിലാവുന്നത്. അപ്പോൾ അവിടെ നമ്മളൊരു പ്ലേസ് ഹോൾഡ് ചെയ്യുമ്പോൾ അവിടെ നിന്നിത് തണുക്കും. അതായത് അതിൻ്റെ താപം എന്ത് ചെയ്യും? പുറത്ത് പോകും. പുറത്ത് കഴിയുമ്പോഴത്തേക്ക് ആരാവും? അത് വാതകം നീരാവിയിൽ നിന്ന് ജലത്തിലോട്ടാവും, അല്ലെങ്കിൽ ജലതുള്ളികളാവും. വീണ്ടും ഈ ജലം ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചാൽ അതെന്താവും? അത് ഐസാവും. അപ്പം വീണ്ടും ആ ജലത്തിലുണ്ടായിരുന്ന ബാക്കി താപത്തെ കൂടെ എന്ത് ചെയ്യുന്നു? അബ്സർവ് ചെയ്തെടുക്കുന്നു. അഥവാ ആ താപം പുറത്ത് പോകുമ്പോൾ അതെന്താവും? ഐസാവും. അതാണ് അടുത്ത സെക്ഷൻ എഴുതി വെച്ചേക്കുന്നത്. ഊർജം പുറത്തുവിട്ട് വാതകാവസ്ഥയിലുള്ള വസ്തുക്കൾ ദ്രാവകാവസ്ഥയിലും ഖരാവസ്ഥയിലേക്കും മാറുന്നു.
അപ്പോൾ ഇവിടെ താപോർജ്ജത്തിൻ്റെ കാര്യത്തിലാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞ സാധനം എന്താ ഇവിടെ ചാർട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. ജലത്തിൻ്റെ അവസ്ഥാമാറ്റങ്ങൾ. ഐസ് കട്ട താപം സ്വീകരിക്കുന്നു, സ്വീകരിച്ചിട്ട് ആരാവും? ജലമാവും. വീണ്ടും ജലം താപം സ്വീകരിക്കുന്നു, അപ്പോൾ എന്ത് വിടും? നീരാവിയാവും. ഇനി താപം പുറത്ത് വിടുമ്പോൾ എന്താവും? നീരാവി താപം പുറത്ത് വിട്ട് കഴിഞ്ഞാൽ വീണ്ടും ജലമാവും. വീണ്ടും താപം പുറത്ത് വിടുമ്പോൾ എന്താവും? താപം പുറത്തു വിടുന്നു, അപ്പോൾ എന്താവും? ഐസ് കട്ടയാവും. ജലത്തിൻ്റെ 3 അവസ്ഥകളാണ് ഏത്? ഒന്ന് ഐസ്, ജലം, നീരാവി. നീരാവിയെ ജലമായും പിന്നീട് ഐസ് കട്ടയാക്കി മാറുമ്പോൾ ഊർജം പുറത്തു വിടുകയാണോ ഊർജം സ്വീകരിക്കുകയാണോ ചെയ്യുന്നത്? നീരാവി ജലമാക്കിയും പിന്നീട് ഐസ് കട്ടയാക്കിയും മാറ്റുമ്പോൾ ഊർജം പുറത്തു വിടുകയാണോ സ്വീകരിക്കണോ? ഊർജം പുറത്തു വിടുകയല്ലേ ചെയ്യുന്നത്, താപോർജ്ജം പുറത്തു വിടുകയാണ് ചെയ്യുന്നത്. ഇനി ഇതുപോലെ കൂടുതൽ കണ്ടുപിടിക്കാം. അതിൻ്റെയൊക്കെ എക്സാമ്പിളൊക്കെ കൊടുത്തേക്കുന്നത്. അവസ്ഥാമാറ്റം നോക്കി, അവസ്ഥാമാറ്റത്തിൻ്റെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നതാണ്. അവസ്ഥാമാറ്റം നോക്കൂ. ഉറച്ച നെയ്യ് ചൂടാക്കുന്നു, സാധാരണ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ അവസ്ഥയിൽ എന്ത് മാറ്റം വരും? കട്ടാണക്കിരിക്കുന്നത് ഉരുവി നമ്മുടെ എണ്ണ പോലെ ആവും. പച്ചക്കറി മുറിക്കുമ്പോൾ ചെറിയ കഷ്ണങ്ങളാവും. PVC പൈപ്പ് ചൂടാക്കുമ്പോൾ വികസിക്കുന്നു. അതറിയാമല്ലോ, നമ്മൾ 2 പൈപ്പ് ജോയിൻ ചെയ്യാനൊക്കെ ചൂടാക്കാറുണ്ട്. ചൂടാക്കുമ്പോൾ വികസിക്കും. എന്നിട്ട് നമ്മൾ അതിനെ ഒന്നിനകത്ത് മറ്റൊന്ന് കുത്തി കയറ്റിയിട്ട് റെഡിയാക്കി എടുക്കും. ഇനി മെഴുക് ചൂടാക്കുമ്പോഴോ അത് ഉരുകും. ഇനി പേപ്പർ കീറുമ്പോൾ ചെറിയ കഷ്ണമാവും. കുപ്പി പൊട്ടുമ്പോഴോ അത് ചെറിയ കഷ്ണമാവും. അതായത് ചില്ല് കുപ്പി തറ വീണ് പൊട്ടിക്കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാവും. അരക്ക് ചൂടാക്കുന്നു, അത് ഉരുകും. പേപ്പർ ചുരുട്ടുന്നു, ആകൃതിയിൽ എന്ത് മാറും? മാറ്റം വരും. നേരെയുള്ള പേപ്പർ ചുരുട്ടി കഴിഞ്ഞാൽ റൗണ്ട് കണക്കിരിക്കും. ഇനി അതായത് മാറ്റങ്ങളെ പറ്റിയാണ് പറയുന്നത്. അതിൽ ആദ്യത്തെ മാറ്റം എന്താണ്? ഭൗതിക മാറ്റം അഥവാ ഫിസിക്കൽ ചേഞ്ച്. ആ പേര് പോലെയാണ്, ഫിസിക്കലായിട്ടുള്ള ചേഞ്ച്. അവസ്ഥ, ആകൃതി, വലിപ്പം എന്നീ ഭൗതിക ഗുണങ്ങൾ. അപ്പോൾ ഭൗതിക ഗുണങ്ങൾ ഏതൊക്കെയാണ്? അവസ്ഥ, ആകൃതി, വലിപ്പം എന്നിവയിൽ വരുന്ന മാറ്റങ്ങളാണ് എന്ത്? ഭൗതിക മാറ്റങ്ങൾ. വികസിക്കുന്നതും ഉരുകുന്നതും പൊട്ടുന്നതും കീറുന്നതും എല്ലാം എന്താണ്? ഭൗതിക മാറ്റങ്ങളാണ്. ഭൗതിക മാറ്റങ്ങൾ മൂലം പുതിയ പദാർത്ഥങ്ങൾ എന്ത് ചെയ്യുന്നില്ല? ഉണ്ടാകുന്നില്ല. ഓക്കെ. അപ്പോൾ ഭൗതിക മാറ്റം എന്ന് പറയുന്നത് എന്താണ്? അവസ്ഥ, ആകൃതി, വലിപ്പം എന്നിവയിൽ മാറ്റം വരുന്നു. അവസ്ഥ അതായത് വെള്ളം നീരാവിയാവുന്നു. ആകൃതി മാറുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? കുപ്പി തള്ളിയിട്ട് പൊട്ടിക്കുന്നു, അപ്പോൾ കുപ്പിച്ചില്ലായിട്ട് മാറുന്നു. ആകൃതി എന്ത് ചെയ്തു? മാറി. പക്ഷേ ആ പദാർത്ഥം സെയിം അല്ലേ? അതുപോലെ വലിപ്പം. വലിയ വെണ്ടയ്ക്ക എടുത്ത് ചെറുതായി കട്ട് ചെയ്തെടുക്കുന്നു, അപ്പോൾ അതിൻ്റെ വലിപ്പത്തിൽ വ്യത്യാസം വന്നു. പക്ഷേ വെണ്ടയ്ക്ക തന്നെയല്ലേ? അപ്പോൾ വലിപ്പം മാറുന്നതും എന്താണ്? ഭൗതിക ഗുണം. വലിപ്പം എന്ന് പറയുന്നൊരു ഭൗതിക ഗുണമാണ്, അതൊരു ഭൗതിക മാറ്റമാണ്. നമുക്ക് പുതുതായിട്ട് ഒരു പദാർത്ഥങ്ങളും എന്ത് ചെയ്യുന്നില്ല? ഉണ്ടാവുന്നില്ല. അതാണ് എന്ത്? ഭൗതിക മാറ്റങ്ങൾ അഥവാ ഫിസിക്കൽ ചേഞ്ച്. ഇനി സ്ഥിരമായ മാറ്റത്തിന് ഒരു ഫെമിലിയർ ആയിട്ടുള്ള പരീക്ഷണമാണ് കൊടുത്തേക്കുന്നത്. കുറച്ച് പഞ്ചസാര എടുക്കണം. പഞ്ചസാര എന്ത് കളറാണ്? വെള്ള കളറാണ്. അപ്പോൾ ഈ പഞ്ചസാര എടുത്ത് ചൂടാക്കി കഴിഞ്ഞാൽ എന്ത് പറ്റും? അതാദ്യം ഉരുവിയിട്ട് വീണ്ടും നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ എന്ത് പറ്റും? അത് കരിയും. കരിഞ്ഞെന്താവും? കരിയാവും. ഓക്കെ. പഞ്ചസാരയുടെ രാസസൂത്രം എന്തുവായിരുന്നു? C11H22O11 അങ്ങനായിരുന്നു പഞ്ചസാരയുടെ രാസസൂത്രം. തിരിഞ്ഞു പോയോ? ഒരു മിനിറ്റ്, നമുക്ക് ഡൗട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പോഴേ ഗൂഗിൾ ചെയ്ത് നോക്കണം. ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. ഓക്കെ. ഏതായിരുന്നു? C12 C12H22O11 ആണ് പഞ്ചസാര. അപ്പോൾ പഞ്ചസാരയ്ക്ക് അത് കാർബൺ ഉണ്ടല്ലോ അല്ലേ? കാർബൺ എന്ന് പറഞ്ഞാൽ കരി, അതായിട്ട് മാറും അവസാനം. അപ്പോൾ ഇവിടെ എന്തോ പറയുന്നത്? അപ്പോൾ 2 പരീക്ഷണങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്ത് പറഞ്ഞിരിക്കുവാണ്. മെഴുക് ചൂടാക്കുമ്പോൾ താപം സ്വീകരിക്കുന്നു, പഞ്ചസാര ചൂടാക്കുമ്പോഴും എന്ത് തന്നെയാണ് ചെയ്യുന്നത്? താപം സ്വീകരിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഉരുകുന്നു. ഇവിടെയും മെഴുക് ചൂടാക്കി എന്ത് ചെയ്യും? ഉരുകുന്നു. ഇനി നിറം മാറുന്നു. മെഴുകിൻ്റെ നിറം മാറോ? ഇല്ല, നിറം മാറുന്നില്ല. ഇനി പുതിയ പദാർത്ഥം ഉണ്ടാകുന്നില്ല. ഇവിടെ എന്ത് പറ്റും? പുതിയ പദാർത്ഥം ഉണ്ടാകും. പുതിയ പദാർത്ഥം ഉണ്ടാകും. അപ്പോൾ പുതിയ പദാർത്ഥം ഉണ്ടാകും.
അപ്പോൾ ഏകദേശം മനസ്സിലായല്ലോ. ഇപ്പോൾ ഇവിടെ എന്തോ പറ്റിയത്, ഇത് പുതിയൊരു പദാർത്ഥം അവിടെ ഉണ്ടായി. അപ്പോൾ ഈ ടൈപ്പ് മാറ്റങ്ങൾക്ക് പുതിയ പേര് പറയണ്ടേ? അതാണ് എന്ത്? രാസമാറ്റം അഥവാ കെമിക്കൽ ചേഞ്ച്. പദാർത്ഥങ്ങൾ ഊർജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്ത് പുതിയ പദാർത്ഥം, ഇതാണ് മെയിൻ സാധനം, പുതിയ പദാർത്ഥങ്ങളായി മാറുന്ന പ്രവർത്തനമാണ് രാസമാറ്റങ്ങൾ. രാസമാറ്റം ഒരു സ്ഥിര മാറ്റമാണ്. ഭൗതിക മാറ്റം ഇപ്പോൾ ചുരുട്ടിയ പേപ്പറിന് നൂത്ത് കഴിഞ്ഞാൽ എന്താവും? ഏകദേശം ആദ്യം എടുത്ത പേപ്പറിനൊക്കെ തന്നെ ഇരിക്കും, ചെറിയ ചുളുക്കൊക്കെ കാണുന്നേ ഉള്ളൂ. പക്ഷേ രാസമാറ്റത്തിൽ ഒരു പഞ്ചാര എടുത്തിട്ട് ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറ്റും? അത് കരിയായിപ്പോയി. പോട്ട് പേപ്പർ എടുത്ത് നമ്മൾ കത്തിച്ച് കഴിഞ്ഞാൽ എന്തായിപ്പോയി? അതും കരിഞ്ഞു പോയി. കരിഞ്ഞ പേപ്പറിന് എടുക്കാൻ പറ്റില്ലല്ലോ. അതാണ് വ്യത്യാസം. രാസമാറ്റം ഒരു സ്ഥിര മാറ്റമാണ്. നമുക്ക് അതിനെ എന്ത് ചെയ്യും? തിരിച്ച് ആദ്യത്തെ സ്റ്റേജിലോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. കുറേ രാസമാറ്റത്തിന് എക്സാമ്പിൾ കൊടുത്തേക്ക് നോക്കിയേ. ചോറ് അല്പനേരം നന്നായി ചവച്ചരയ്ക്കുമ്പോൾ മധുരം അനുഭവപ്പെടുന്നുണ്ട് അല്ലേ? അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? അത് വായിക്കാത്തുള്ള ഏതോ രാസാഗ്നിയുടെയോ എന്തോ ഇതുകൊണ്ടാണ് അങ്ങനെ മധുരം അനുഭവപ്പെടുന്നത്. അതിനിപ്പോൾ നമുക്ക് അടുത്തടുത്ത ചാപ്റ്ററിലോ ക്ലാസ്സിലോ ഒക്കെ പറയേണ്ടി വരുമായിരിക്കും. എക്സ്റേ എടുക്കുമ്പോൾ ഫിലിമിൻ്റെ നിറം മാറുന്നു. എക്സ്റേ കണ്ടിട്ടുണ്ടോ? എക്സ്റേ എടുക്കുമ്പോൾ ഫിലിമിൻ്റെ നിറം മാറുന്നു. അതുപോലെ നമ്മൾ ഈ പഴയ ടൈപ്പ് ക്യാമറ ഇല്ലേ, ഫിലിം ഇടുന്ന ക്യാമറ, അതിനകത്ത് ആ ഫിലിം സൂര്യപ്രകാശം കൊണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഇത് മാറിപ്പോവും. അതേപോലെ വസ്ത്രങ്ങൾ വെയിലേറ്റ് നിറം മങ്ങുന്നു. അതെപ്പോഴും ഉള്ള ഒരു പരിപാടിയാണ്. വെയിലത്ത് കുറേ നേരം ഇട്ട് കഴിഞ്ഞാൽ ഇത് നരയ്ക്കും. അടുത്ത ഇരുമ്പ് കമ്പികൾ തുരുമ്പെടുക്കുന്നു. തുരുമ്പെടുത്ത കമ്പി തുരുമ്പൊക്കെ ഇളക്കി കളഞ്ഞാലും അത് എന്താവത്തില്ല, അങ്ങ് ബെറ്റർ ആവത്തില്ല. ഇനി മാങ്ങ പഴുക്കുന്നു. ഒരു മാങ്ങ പഴുത്ത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു അതിനെ പച്ചയാകാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെയൊക്കെ ഉള്ളതാണ് എന്തെന്ന് പറയുന്നത്? രാസമാറ്റങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. ആകെ ഈ ചാപ്റ്ററിനകത്ത് കുറച്ച് ഊർജ്ജമാറ്റം കുറച്ച് രാസമാറ്റം ഒക്കെ ഉള്ളൂ. നോക്കിയേ, ഈ പാഠം പഠിച്ചുകൊണ്ടുള്ള എന്തൊക്കെ നേട്ടങ്ങളാണെന്ന്. വിവിധ ഊർജ്ജ രൂപങ്ങൾക്കും അവ ഉപയോഗിക്കുന്ന ജീവിത സന്ദർഭങ്ങൾക്കും ഉദാഹരണങ്ങൾ നൽകാൻ കഴിയുന്നു. അതായത് കുറേ ഊർജ്ജങ്ങളും അവയുടെ ഊർജ്ജമാറ്റവും ഒക്കെ പഠിച്ചെന്ന്. അടുത്തത്, വിവിധ ജീവിത സന്ദർഭങ്ങളിൽ നടക്കുന്ന ഊർജ്ജമാറ്റങ്ങൾ വിശദീകരിക്കാൻ കഴിയുന്നുണ്ടല്ലോ. അനി പദാർത്ഥങ്ങളുടെ താപനിലയിലുണ്ടാകുന്ന വ്യത്യാസം അവസ്ഥാമാറ്റത്തിന് കാരണമാകുന്നു. കണ്ടായിരുന്നല്ലോ. താപം സ്വീകരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഐസ് താപം സ്വീകരിച്ച് ജലമാകും, ജലം താപം സ്വീകരിച്ച് നീരാവിയാവും. എന്നിട്ട് നീരാവി താപം പുറംതള്ളിക്കൊണ്ട് ജലമാവും, ജലം വീണ്ടും താപം പുറംതള്ളിയാൽ എന്താവും? ഐസാവും. ഇനി രാസമാറ്റവും ഭൗതികമാറ്റം എന്നീ ആശയങ്ങൾ വിശദീകരിക്കാൻ കഴിഞ്ഞു. രാസമാറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥിരമായിട്ടുള്ള മാറ്റമാണ്. അതിൻ്റെ സ്വഭാവം തന്നെ ടോട്ടലി മാറിക്കാണും. ഭൗതിക മാറ്റം എന്ന് പറയുന്നത് ആകൃതിയിലും വലിപ്പത്തിലും ഒക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. അതൊരു സ്ഥിരമാറ്റം അല്ല. അതിൻ്റെ യഥാർത്ഥ സ്വഭാവത്തിന് ഒരു മാറ്റവും വരുന്നില്ല. പുതിയ പദാർത്ഥങ്ങളൊന്നും ഭൗതിക മാറ്റത്തിൽ ഉണ്ടാവത്തില്ല. രാസമാറ്റത്തിൽ എന്ത് സംഭവിക്കും? പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകും. മെഴുക്, ഐസ് തുടങ്ങിയ ഉപയോഗിച്ച് കൗതുക വസ്തുക്കൾ നിർമ്മിക്കാൻ കഴിയുന്നു. അത് നമ്മൾ പിള്ളേരെ എക്സ്പെരിമെൻ്റ് ആ ഒരു മൈൻഡിലാണ് പറഞ്ഞേക്കുന്നത്. ഊർജ്ജമാറ്റം ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ ഏർപ്പെടാൻ കഴിയുന്നു. നമുക്ക് വിലയിരുത്താമെന്നാണ് പറയുന്നത്. നീരാവി കൊണ്ടുള്ള പൊള്ളൽ അതേ താപനിലയിലുള്ള തിളച്ച വെള്ളം മൂലമുള്ള പൊള്ളലിനേക്കാൾ മാരകമാണ്. കാര്യം എന്തായിരിക്കും? നീരാവി എന്ന് പറയുന്നത് താപോർജ്ജം കുറേ കൂടെ കൂടിയ ഇതിലായിരിക്കും അല്ലേ? നമ്മൾ തിളച്ച വെള്ളം, ഐസ് താപം സ്വീകരിച്ചാണ് ജലമാവുന്നത്. വീണ്ടും ജലം താപം സ്വീകരിച്ചിട്ടുള്ള അവസ്ഥയിലാണ് എന്തായിട്ട് മാറുന്നത്? നീരാവിയായിട്ട് മാറുന്നത്. സോ അവിടെയുള്ള താപോർജ്ജത്തിൻ്റെ അളവ് ജലത്തിലുള്ളതിനേക്കാൾ കൂടുതലാണെന്ന് വേണമെങ്കിൽ പറയാം. സോ അങ്ങനെ നമുക്ക് പറയാം. ഭൗതിക മാറ്റത്തെ ആസ്പദമാക്കിയാണ് പറയാനുള്ളത്. പറഞ്ഞിട്ടുണ്ടല്ലോ. അടുത്ത, ബൾബ് പ്രകാശിപ്പിക്കുമ്പോൾ പ്രകാശത്തോടൊപ്പം താപോർജ്ജം പുറത്തു വരുന്നത് നാം മനസ്സിലാക്കി. ഇനി വൈദ്യുതോർജ്ജത്തിൻ്റെ ഉപഭോഗം പരമാവധി കുറയ്ക്കാൻ ഫിലമെൻ്റ് ബൾബുകളേക്കാൾ നല്ലത് LED ആണ്. വിശദീകരിക്കാമോ? കാര്യം എന്തുവാണ്? ഈ ഫിലമെൻ്റ് ബൾബിൻ്റെ കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞ 60 വാട്ടിൻ്റെ ബൾബെന്ന്. ആ ബൾബ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് കൊടുക്കുന്ന വൈദ്യുതോർജ്ജത്തിൻ്റെ ഒരു % എന്തായിട്ട് പോവും? താപോർജ്ജമായിട്ട് പോവും. അപ്പോൾ താപോർജ്ജമായിട്ട് വൈദ്യുതി പോകുന്നത് നമുക്ക് ഊർജ്ജ നഷ്ടം ഉണ്ടാക്കും. ആ ഊർജ്ജ നഷ്ടം കുറയ്ക്കാനാണ് നമ്മുടെ എന്ത് ചെയ്തിരിക്കുന്നത്? LED ലാമ്പുകൾ കൊണ്ടുവന്നിട്ടുള്ളത്. LED വഴി നമുക്ക് എന്ത് വരുന്നില്ല? അത് ഫിലമെൻ്റ് അല്ല LED എന്ന് പറയുന്നത്. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ് LED. സോ അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് താപരൂപത്തിലുള്ള ഊർജ്ജ നഷ്ടം വളരെ കുറവായിരിക്കും. അതുകൊണ്ട് LED കൂടുതലാക്കുക എന്ന് പറഞ്ഞ് കേരള സർക്കാരിൻ്റെ എന്തോ പദ്ധതിയൊക്കെ ഉണ്ടല്ലോ. ഇതുമാതിരി ഫുള്ള് LED അല്ലെങ്കിൽ CFL ആക്കുന്നതിനുള്ള കേരള സർക്കാരിന് എന്തോ ഒരു പദ്ധതി ഉണ്ട്. എന്തുവായിരുന്നു? ഓർമ്മ വരുന്നില്ല, സോറി. താപം ലഭിക്കുന്നതിന് ഫിലമെൻ്റ് ബൾബ് ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളുണ്ടോ? അതിന്
ഉദാഹരണങ്ങൾ നൽകൂ. ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടില്ലേ ഫിലമെൻ്റ് ബൾബ് താപം ഉപയോഗിക്കുന്ന സന്ദർഭം. ഈ മുട്ടയൊക്കെ വിരിയിപ്പിക്കാൻ കോഴിക്കുഞ്ഞ് അതായത് മുട്ട പ്രോസസ്സിന് എന്തോ പറയും. അപ്പം ആ പ്രോസസ്സിന് നമുക്ക് എന്ത് വേണം, ഈ ഫിലമെൻ്റ് ബൾബിൻ്റെ ചൂട് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ അതൊരു സിമ്പിൾ എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ നമ്മൾ എന്താ പഠിച്ചത്? ഇതിനകത്ത് നമ്മൾ വലുതായിട്ട് ഒന്നും പഠിച്ചില്ല. ഇവിടെ എന്താ കൊടുത്തേക്കുന്നത്? മഴ പെയ്യുന്ന കാര്യം എന്തോ പറഞ്ഞേക്കുന്നത്. സൂര്യപ്രകാശം ഏൽക്കുന്നു, സമുദ്രത്തിലെ ജലം നീരാവിയായിട്ട് മുകളിലോട്ട് പോകുന്നു, അവിടെ പോയി തണുത്തുറയുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, മഴയായിട്ട് പെയ്യുന്നു, വീണ്ടും ആ വെള്ളം എന്തുവാണ് ഭൂമി പിടിച്ചെടുക്കുകയോ ഒലിച്ചിറങ്ങിയോ ഒക്കെ അവിടെ വീണ്ടും തന്നെ എത്തുന്നു, സമുദ്രത്തിലെത്തുന്നു. ഇതൊരു സൈക്കിളാണ്, സൈക്കിൾ ഓഫ് പ്രോസസ്സ്. അതിൻ്റെ ബേസിസിലെങ്ങാണ്ടാണ് ഈ ഇടിവെട്ടുന്നതിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ജനറലായിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഊർജ്ജമാറ്റം, ഓരോ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഊർജ്ജമാറ്റങ്ങൾ, ബൾബ് കത്തുമ്പോൾ, തീപ്പെട്ടി കത്തിക്കുമ്പോൾ, പൂത്തിരി കത്തിക്കുമ്പോൾ, അതുപോലെ റേഡിയോ പ്രവർത്തിക്കുമ്പോൾ, മോട്ടോർ പ്രവർത്തിക്കുമ്പോൾ, മിക്സി പ്രവർത്തിക്കുമ്പോൾ, ഗ്രൈൻഡർ പ്രവർത്തിക്കുമ്പോൾ, റെഫ്രിജറേറ്റർ പ്രവർത്തിക്കുമ്പോൾ, AC പ്രവർത്തിക്കുമ്പോൾ, ഇതെല്ലാം നമുക്ക് പറയാം. AC എന്ത് വരുന്നത്? വൈദ്യുതോർജ്ജത്തിന് താപോർജ്ജം അല്ലല്ലോ അതാക്കുന്നത്. AC എന്താണെന്ന് നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് നോക്കിയാണ്. അടുത്ത വീഡിയോ അടുത്ത BSൻ്റെ വീഡിയോയിൽ ആദ്യം അത് പറഞ്ഞിട്ടായിരിക്കും തുടങ്ങുന്നത്. ഈ ടേബിൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്? ഭൗതികമാറ്റം, രാസമാറ്റം. രാസമാറ്റം ഒരു സ്ഥിരമാറ്റമാണ്, പുതിയ പദാർത്ഥം ഉണ്ടാവും. ഭൗതികമാറ്റം ആണെങ്കിൽ സ്ഥിരമാറ്റമല്ല, പുതിയ പദാർത്ഥം ഉണ്ടാവുന്നില്ല, അതിൻ്റെ ഷേപ്പിലോ സൈസിലോ എന്തെങ്കിലും മാറ്റം വരത്തേ ഉള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് താങ്ക്സ് ഫോർ ലേണിംഗ് വിത്ത്